സർവീസിനെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക് ഇനി അവരുടെ ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റും എങ്ങനെയാണെന്ന് കൂടി അറിഞ്ഞാലോ. അപ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് സർവീസിൽ കയറണം എന്നുള്ള ആ ഒരു ഒരു മോട്ടീവ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവരുടെ റിക്രൂട്ട്മെന്റും അവരുടെ സർവീസിൻ്റെ അകത്തുള്ള ട്രെയിനിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാമല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നാമത് നമ്മുടെ ഈ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ ഈ ഒരു വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വേർട്ടിക്കൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ കേരളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ട്രോപ്പിക്കൽ ഏരിയ ആണ്, അതായത് ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നല്ല ചേഞ്ചസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ അതിലേറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് സർവീസിലുള്ള ആളുകൾക്ക് അതിലും നല്ല ട്രെയിനിങ് കിട്ടണമല്ലോ അല്ലേ. അവർ ഈച്ച് ആൻഡ് എവറി ഫോറസ്റ്റിനെ പറ്റിയിട്ടായിക്കോട്ടെ, സോയിലിനെ പറ്റിയിട്ടായിക്കോട്ടെ, എല്ലാത്തിനെ പറ്റി നല്ല രീതിയിൽ അറിവുള്ള ആളുകളാണെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് അവർക്ക് ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് എത്ര മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ ട്രെയിനിങ്ങിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് തുടക്കം എന്ന് പറഞ്ഞുതരാം. തുടക്കം UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ തന്നെ പ്രിലിംസ് കമ്പൈൻഡ് ആയിട്ട് നടത്തുന്ന പ്രിലിംസ് എക്സാമിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മെയിൻസ് എക്സാം ഉണ്ട്. അതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ബാക്കിയുള്ള, അതായത് നമ്മുടെ ബാക്കിയുള്ള സിവിൽ സർവീസ് തസ്തികകളിലേക്കുള്ള അല്ലെങ്കിൽ സർവീസിലേക്കുള്ള എൻട്രൻസ് പോലെയല്ല. മെയിൻസിൻ്റെ ടോപ്പിക് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂ കിട്ടും. ഇൻ്റർവ്യൂവിലേക്ക് പോയി അവിടുന്ന് പാസ്സായതിനു ശേഷമാണ് നമുക്ക് ഫോറസ്റ്റ് സർവീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ഇന്ത്യ സർവീസിനകത്തായിക്കോട്ടെ ബാക്കിയുള്ള ഗ്രൂപ്പ് എ അതിലേക്കൊക്കെയുള്ള സെലക്ഷൻ അല്ലെങ്കിൽ UPSC എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാജുവേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിക്കൽ വൈസ് നോക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാ സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോറസ്റ്റ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് കുറച്ചുകൂടി സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് സയൻസ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് പഠിച്ച ആളുകൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ UPSCയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഏതൊക്കെ കോഴ്സസ് ആണ് എന്നുള്ളതൊക്കെ അവിടെ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു BA പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ നിങ്ങൾ ആർട്സ് സബ്ജക്റ്റൊക്കെയാണ് എടുത്ത് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഫോറസ്റ്റ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ടെക്നിക്കൽ നോളജ് അല്ല അല്ലെങ്കിൽ അങ്ങനെ അത് സയൻറ്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫോറസ്റ്റ് സർവീസിലേക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങൾ കുറച്ചുകൂടി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കാമായിട്ടൊക്കെ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ നല്ലതാണ് ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, നമ്മുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ കാടുമായിട്ടൊക്കെ പ്രകൃതിയായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഫോറസ്റ്റ് സർവീസിലോട്ട് ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം കാട്ടിൽ തന്നെയാണ് അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടാനേ പാടില്ല. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മെയിൻ ഓഫീസായിട്ടുള്ള ഡൽഹിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാട്ടിലെ മൃഗങ്ങളും അവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കാട്ടിലെ മരങ്ങളും കുറച്ചുകൂടി ശുദ്ധവായു ഒക്കെ കിട്ടുന്ന കുറേ സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു എക്സാം കഴിഞ്ഞതിന് ശേഷം സെലക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിനിങ് നടക്കുന്നത് ലബസ്നയിൽ വെച്ചിട്ടാണ്. ഫൗണ്ടേഷൻ കോഴ്സ് നടക്കുന്ന ലബസ്നെ കൂടാതെ 2 പ്ലേസസ് ആണ്. ഒന്ന് MCR HRD തെലങ്കാനയിലുള്ളത്, പിന്നെ RCVP ഭോപ്പാൽ. ഇവിടെ അതായത് നമുക്ക് അറിയാലോ ലബസ്നയിൽ എല്ലാവരും കൂടി ജോയിൻ ആവുന്ന സമയത്ത് അവിടെ ലിമിറ്റഡ് സ്ട്രെങ്ത് ആണുള്ളത്. അപ്പോൾ എല്ലാവരെയും കൂടി അവിടെ അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റാൻഡം ആയിട്ട് ആളുകൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കൂടി ട്രെയിനിങ് നടക്കാറുണ്ട്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടുന്ന് 3 മാസത്തെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകളായിട്ട് കുറേയൊക്കെ ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ തിയറിറ്റിക്കൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഓഫീസർ ട്രെയിനീസ് എന്നാണ് പറയുക. അവർ പോകുന്നത് നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയിലേക്കാണ്, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ഡെറാഡൂൺ. ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ബാക്കിയുള്ള അതായത് ഇൻഡെപ്തിലായിട്ടുള്ള സർവീസിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെപ്പോഴും ഒറിജിനൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് നോക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ G20 നടക്കുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് തന്നെ G20 ആണ് എല്ലാ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് G20 കാണാൻ പറ്റും. കാരണം എന്താ, G20 ഇത്തവണ ഹോസ്റ്റ് ചെയ്യുന്നത് 2023 G20 ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്.
അപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ എക്സിക്യൂട്ടീവ് ഹോസ്റ്റൽ ഈസ് ഹിയർ. പിന്നെ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അക്കാഡമിയിൽ നോക്കുക. ഏറെക്കുറെ ഈ ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഈ ഒരു വെബ് പേജിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ. എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പണ്ടത്തെ ഒരു അവസ്ഥ എന്താണ്. നമുക്ക് ഇവിടെ നോക്കി എല്ലാം കാണാൻ പറ്റും. ആദ്യം എവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ ഇത് നടന്നിട്ടുണ്ടായിരുന്നത്, ട്രെയിനിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹിസ്റ്ററിയുടെ ആ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കാം. പിന്നെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയത് എന്നുള്ള എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവരുടെ ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്ത് നോക്കുമ്പോൾ പ്രൊബോഷണേഴ്സിൻ്റെ IFoS ഓഫീസേഴ്സിൻ്റെ ഫോറസ്റ്റ് സർവീസ് ഓഫീസേഴ്സിൻ്റെ സിലബസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഇവരുടെ സിലബസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ, അതായത് ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, സോയിൽ വാട്ടർ ആൻഡ് ലാൻഡ് മാനേജ്മെൻറ്റ്, ഫോറസ്റ്റ് മെൻസുറേഷൻ, ഫോറസ്റ്റ് ബയോമെട്രി, സിസ്റ്റം ബോട്ടണി, ഫോറസ്റ്റ് ഇക്കോളജി, സിവികൾച്ചർ പ്രാക്ടീസസ് ആൻഡ് എവറിത്തിങ് ലൈക്ക് സിവികൾച്ചർ സിസ്റ്റം. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം ലൈക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും സയൻറ്റിഫിക് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് റിലേറ്റഡ് ആയിട്ട് പഠിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളതും. കാരണം ഇത്തരത്തിൽ ഈ ഒരു സബ്ജക്റ്റ് കണ്ടല്ലോ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ മെയിൻസ് എക്സാമിലും വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് മെയിൻസ് എക്സാം UPSC കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഇത് മനസ്സിലായി കാണുമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നടക്കുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റ് ത്രൂ കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക. ലൈക്ക് ഈവൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു വെബ്സൈറ്റ് തന്നെ പോയി നോക്കുക. അവിടെ നിങ്ങൾക്ക് വളരെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ കാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് 6 ടൈപ്പ് ഓഫ് ടൂർ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് ഇവർക്ക് ഇൻട്രൊഡക്ടറി ടൂർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണുന്നു. പിന്നെ ഈസ്റ്റ് ഇന്ത്യ ടൂർ, വെസ്റ്റ് ഇന്ത്യ ടൂർ, സൗത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യ ടൂർ, അതേപോലെ ഹിൽ ടൂർ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഒരു മെയിൻ ടൂർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഷനിലൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്കിലോ അങ്ങനെയൊന്നും അല്ല ഈ ടൂർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി കാടിനെ അറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് എക്കോളജിക്കലി നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവുക, അതിനെപ്പറ്റി മണ്ണറിയാം, അതൊക്കെയാണ് ഈ ഒരു ടൂറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറെക്കുറെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വേർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തുള്ള ക്ലൈമറ്റോളജി ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് അല്ലേ. നമ്മുടെ ഇപ്പോൾ ഒരു വെതർ ആയിക്കോട്ടെ, വെതർ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ, അതായത് വെതറിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറെക്കുറെ എല്ലാത്തിനും പറ്റും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ സർവീസ് ആണെങ്കിൽ കൂടി, അതായത് ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിൽ ഇവരുടെ ഈ ഒരു എന്താ പറയുക, ഇവർ അസൈൻ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ് കേഡറുകളിലേക്കാണ്. അപ്പോൾ എവിടെ കിട്ടുക എന്നറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർ വെസ്റ്റിനെ കുറിച്ചും നോർത്തിനെ കുറിച്ചും ഈസ്റ്റിനെ കുറിച്ചും സെൻട്രലിനെ കുറിച്ചൊക്കെ വളരെയധികം ബോധേഡ് ആയിരിക്കണം. എങ്കിലും ഇവർക്ക് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു പ്രിക്വേഷൻസ് ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ അതിനെപ്പറ്റി വളരെ നല്ല നോളജുള്ള ആളുകളായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ടൂർ തന്നെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഫോറിൻ കൺട്രിയിലേക്കുള്ള ഒരു ടൂർ കൂടി ഉണ്ട്. ഇതിൻ്റെ ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഒരു ടൂർ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്രയാണ്. അവരുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുക, അവരെങ്ങനെയാണ് അല്ലെങ്കിൽ ഫോറസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ്, അതൊക്കെ കുറേ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു അബ്രോഡ് പോകുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം. പിന്നെ മെയിനായിട്ട് ഇവരെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇവർക്ക് 2 years ഉള്ള ഒരു ട്രെയിനിങ് ചാർട്ടാണ് ഇവർക്ക് അറേഞ്ച് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ വെപ്പൺ ഹാൻഡ്ലിങ്, ഹോഴ്സ് റൈഡിങ്, മോട്ടോർ വെഹിക്കിൾ ഹാൻഡ്ലിങ്, സ്വിമ്മിങ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ക്രൈം ഡിറ്റക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു സംഭവം നടന്ന് ഇവർ വേണമല്ലോ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നത് ആക്ച്വലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. ഈ ഒരു അക്കാഡമിയിലെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഓൺ ഫീൽഡിലേക്ക് ആളുകൾ ഇറങ്ങുകയാണ് കേട്ടോ. ഫീൽഡ് അലോക്കേഷൻ കൊടുക്കുന്നത്, അതായത് ഇവരുടെ ഏത് സ്റ്റേറ്റിലേക്കാണ് ഇവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് ഇവരുടെ ട്രെയിനിങ്, അതായത് ഫീൽഡ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവരെ അതിന് അസൈൻ ചെയ്യുന്നത് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, അങ്ങനെയുള്ള കുറേ റോളിലേക്കാണ് ഇവർ ഫസ്റ്റ് തന്നെ എത്തുന്നത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്ത് പല പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ കിട്ടി, അതിനനുസരിച്ച് സാലറി ഇൻക്രീസ് ചെയ്യുന്നു, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നു, അങ്ങനെ ഇവർ കയറി പോകുന്നു.
ഏറെക്കുറെ ഇത് നോക്കിക്കഴിയാം. ഏറെക്കുറെ ഇങ്ങനെയാണ് ഇവരുടെ ഒരു അലോട്ട്മെന്റ് വരുന്നത്. നമ്മുടെ മിനിസ്ട്രിയിലാണെങ്കിൽ ഈ ഒരു IFoS ഓഫീസേഴ്സിൻ്റെ, അതായത് ഫോറസ്റ്റ് സർവീസ് ഓഫീസേഴ്സിൻ്റെ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഇവിടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആയിട്ട് മാറുന്നു. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു എന്താ പറയുക പ്രോഗ്രഷൻ കിട്ടുന്നത്, പ്രൊമോഷൻ കിട്ടുന്നത്. ഇനി ഇതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറുന്നു, അങ്ങനെ പിന്നീട് മാറി അതായത് ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രൊമോഷനൊക്കെ കിട്ടി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി വരുന്നു. അപ്പോൾ ഏറെക്കുറെ ഇതിനൊരു ഹൈറാർക്കി എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ്ങിനെ റിക്രൂട്ട്മെന്റിനെ ഒക്കെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഏറെക്കുറെ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി കാണുമല്ലോ, എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ ട്രെയിനിങ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ബാക്കിയൊക്കെ ഫോറസ്റ്റ് സർവീസിൽ ജോയിൻ ആയതിനു ശേഷം എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. ബൈ.